ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ 2024 നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് നാളെ 27/6/2024 പ്രസിദ്ധീകരിക്കും എന്നാണ് നിങ്ങളുടെ ഷെഡ്യൂൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നമ്മുടെ ഷെഡ്യൂളിൽ പറഞ്ഞതിന് ഒരു ദിവസം മുൻപേ ആയിരുന്നു പ്രസിദ്ധീകരിച്ചിരുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ഇന്ന് പ്രസിദ്ധീകരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ admission.uc.ac.in എന്ന വെബ്സൈറ്റിൽ നിങ്ങൾ എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ക്യാപ് ഐഡിയും സെക്യൂരിറ്റി കീയും കൊടുത്ത് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ശേഷം നിങ്ങളുടെ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനിയും ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും യൂണിവേഴ്സിറ്റി ഫീ അല്ലെങ്കിൽ മാൻഡേറ്ററി ഫീ നിർബന്ധമായും അടയ്ക്കുക. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ യൂണിവേഴ്സിറ്റി ഫീ അടച്ചവരാണെങ്കിൽ വീണ്ടും അടയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് അവിടെ നിലനിൽക്കുകയുള്ളൂ. അതുപോലെ തന്നെ തുടർന്ന് വരുന്ന അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കുകയുള്ളൂ. ഇപ്പോൾ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് ടെമ്പററി ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. ആരൊക്കെയാണ് ടെമ്പററി അഡ്മിഷൻ എടുക്കേണ്ടത്? അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് സാറ്റിസ്ഫൈഡ് അല്ലാത്ത വിദ്യാർത്ഥികളുണ്ടാകും. നിങ്ങൾക്ക് ആ ഒരു കോളേജ് ആയിരുന്നില്ല വേണ്ടത്. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് അതുപോലെ നിലനിർത്തിയിട്ട് കോളേജിൽ പോയി നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്ത് ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കാം. പക്ഷേ നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ സർട്ടിഫിക്കറ്റുകൾ മാത്രം സബ്മിറ്റ് ചെയ്താൽ മതി. ഓക്കെ. ഇനിയും നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ തേർഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ ഈ ഒരു ഹയർ ഓപ്ഷനിലുള്ള ഏതെങ്കിലും ഒരു കോളേജ് നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് മാറാൻ സാധിക്കും. ഇനി ടെമ്പററി അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ മാൻഡേറ്ററി ഫീ ഒക്കെ അടച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ ഒരു അലോട്ട്മെൻറ്റ് കാർഡ് വരും. ടെമ്പററി ആയിട്ട് എടുക്കുന്നവർക്ക് അലോട്ട്മെൻറ്റ് കാർഡാണ് വരുന്നത്. അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് കാർഡ് നിങ്ങൾ പ്രിൻ്റ് എടുക്കുക. കോളേജിൽ പോകുമ്പോൾ നിങ്ങൾ ഈ ഒരു കാർഡും കൂടെ കൊണ്ടുപോവുക. ടെമ്പററി അഡ്മിഷൻ എടുക്കുന്നവരുടെ കാര്യമാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. ഇനിയും പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്. ആരൊക്കെയാണ് പെർമനൻ്റ് അഡ്മിഷൻ എടുക്കേണ്ടത്? ഇപ്പം ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റുകളിൽ ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികളുണ്ടാകും. അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കണം. അതുപോലെ തന്നെ ലഭിച്ച അലോട്ട്മെൻറ്റ് തൃപ്തരായിട്ടുള്ള വിദ്യാർത്ഥികൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് തന്നെയാണ് കിട്ടിയത്, അങ്ങനെയുള്ള വിദ്യാർത്ഥികളും നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് എന്തെങ്കിലും ഹയർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഹയർ ഓപ്ഷൻസ് എല്ലാം നിങ്ങൾ ക്യാൻസൽ ചെയ്ത് കളയണം. ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് അടുത്ത അലോട്ട്മെൻറ്റിൽ ഈ ഒരു ഹയർ ഓപ്ഷനിലുള്ള ഏതെങ്കിലും ഒരു കോളേജ് കിട്ടുവാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് മാറേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടും. അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഹയർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതെല്ലാം ക്യാൻസൽ ചെയ്ത് കളയേണ്ടതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ മാൻഡേറ്ററി ഫീ അടയ്ക്കാത്തവരാണെങ്കിൽ അത് അടച്ച് ഹയർ ഓപ്ഷൻസ് എല്ലാം ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ലഭിക്കും. അത് പെർമനന്റ് അഡ്മിഷൻ എടുക്കുന്നവർക്ക് അഡ്മിറ്റ് കാർഡായിട്ടാണ് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു അഡ്മിറ്റ് കാർഡ് നിങ്ങൾ പ്രിൻ്റ് എടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെയും ഒറിജിനൽ, അതുപോലെ ഫീസ് മുഴുവനും നിങ്ങൾ അടയ്ക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു കോളേജിൽ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കാം. ഇനി ഓരോ കോഴ്സിൻ്റെയും ഫീ ഡീറ്റെയിൽസ് നിങ്ങളുടെ വെബ്സൈറ്റിൽ ഫീസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെൻറ് എയ്ഡഡിൻ്റെയും അതുപോലെ സെൽഫ് ഫിനാൻസിൻ്റെയും ഒക്കെ ആ ഒരു ഫീ ഡീറ്റെയിൽസ്, ഓരോ കോഴ്സിൻ്റെയും ഫീ ഡീറ്റെയിൽസ് എത്ര നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളത് കരുതിക്കൊണ്ട് പോവുക. സെൽഫ് ഫിനാൻസിലാണെങ്കിൽ സെമസ്റ്റർ വൈസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ആദ്യത്തെ സെമസ്റ്ററിൻ്റെ ചിലപ്പോൾ നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ കോളേജുമായിട്ട് ആദ്യം കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്നതിന് മുൻപേ കോളേജുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഫീസൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. എത്ര ഇപ്പോൾ കൊണ്ട് അടയ്ക്കണം എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ പോവുക. ഓക്കെ. അപ്പോൾ ടെമ്പററി ആയിട്ടും പെർമനൻ്റ് ആയിട്ടും അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ്, അതുപോലെ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടത്, അതുപോലെ ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ. ഈ ഒരു ഡേറ്റ് നമ്മുടെ ഷെഡ്യൂൾ പ്രകാരം പറയുന്നത് 27/6 മുതൽ 2/7/2024 വരെയാണ് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ടെമ്പററി അഡ്മിഷനെ പെർമനന്റ് അഡ്മിഷനെ പറഞ്ഞിട്ടുള്ളത്. ഈ വർഷം ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് അറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം ആ ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന് നിങ്ങൾ ആ ഒരു കോളേജിൽ പോയി പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി കോട്ടയുടെ റാങ്ക് ലിസ്റ്റ് വരുന്ന ടൈമിൽ നിങ്ങൾക്ക് അവിടെ കമ്മ്യൂണിറ്റി കോട്ടയിൽ കിട്ടുന്ന ആ ഒരു കോളേജിലേക്ക് മാറാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാറാൻ സാധിക്കും. അതിപ്പോൾ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ പോലും നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ ഇഷ്ടപ്പെട്ട ഒരു കോളേജ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് മാറാം. അങ്ങനെയാണെങ്കിൽ ആ ഒരു കോളേജിൽ കമ്മ്യൂണിറ്റി കോട്ടയിൽ കിട്ടുന്ന കോളേജിൽ നമ്മൾ വീണ്ടും ഫീസ് അടയ്ക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുത്ത കോളേജിൽ ഓൾറെഡി ഫീസ് അടച്ചതാണ്. അപ്പോൾ ആ ഒരു കോളേജിൽ നിന്നും നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് കിട്ടുന്ന കോളേജിലേക്ക് ആ ഒരു ഫീസ് ട്രാൻസ്ഫർ ആകും. അതല്ല എങ്കിൽ നിങ്ങളിപ്പം പെർമനൻ്റ് അഡ്മിഷൻ അടച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു റെസിപ്റ്റ് കിട്ടും. അങ്ങനെ കിട്ടുവാണെങ്കിൽ ആ ഒരു റെസിപ്റ്റ് നിങ്ങൾ
പുതിയതായിട്ട് കിട്ടുന്ന കോളേജിൽ കൊണ്ട് കാണിച്ചാലും മതി. അതിപ്പോൾ ഓരോ കോളേജിൻ്റെ അനുസരിച്ച് ഡിഫറൻസ് വരും. ചില കോളേജ് ഇതുപോലെ ട്രാൻസ്ഫർ ആയിരിക്കും ചെയ്യുന്നത്, ചില കോളേജ് ആണെങ്കിൽ ഫീ റെസിപ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു കാര്യമാണ് എഡിറ്റ് ഓപ്ഷനെ കുറിച്ച്. അതായത് ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻ്റ് ഒക്കെ വന്നതിന് ശേഷം നമുക്ക് പുതിയ കോളേജുകൾ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കില്ല. ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം ഇപ്പോൾ ടെമ്പററി അഡ്മിഷൻ എടുക്കുന്നവർക്ക് ഹയർ ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ഹയർ ഓപ്ഷനിലുള്ള കോളേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചിലതൊക്കെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം, ഭാഗികമായിട്ട് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. അല്ലാതെ നിങ്ങൾക്ക് പുതിയ കോളേജുകൾ ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു ഹയർ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനോ ഒന്നും നിങ്ങൾക്ക് സാധിക്കില്ല. അതൊക്കെ തേർഡ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ട്, അതിന് മുൻപേ ആയിട്ടൊരു എഡിറ്റ് ഓപ്ഷൻ വരും. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് പുതിയ കോളേജുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ കഴിഞ്ഞ വർഷത്തെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ എഡിറ്റ് ഓപ്ഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു നോട്ടിഫിക്കേഷനെ ബേസ് ചെയ്ത് പറയുവാണെങ്കിൽ ഇപ്പം ഈ ഒരു പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, അതായത് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആ ഒരു എഡിറ്റ് ഓപ്ഷനിൽ ഓപ്ഷൻസ് എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കില്ല. അത് കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷൻ ആയിരുന്നു കേട്ടോ. ഈ വർഷം ഇനി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നമുക്കറിയില്ല. എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്കും ഹയർ ഓപ്ഷൻസ് എല്ലാം ക്യാൻസൽ ചെയ്ത് പെർമനൻറ്റ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കും പുതിയതായിട്ട് ഓപ്ഷൻസ് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കില്ലായിരുന്നു. അപ്പോൾ ഈ വർഷം എങ്ങനെയാണെന്നുള്ളത് ആ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് മുൻപെയുള്ള നോട്ടിഫിക്കേഷൻ വന്നാലേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു കാര്യവും പല വിദ്യാർത്ഥികളും കമൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഒന്ന് ഷെയർ ചെയ്തത്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഓരോ അപ്ഡേറ്റ്സും അതാത് ടൈമിൽ നിങ്ങൾക്ക് ഒരു ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും. ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് ചോദിക്കുക. അപ്പോൾ അലോട്ട്മെൻറ്റ് വരുന്നതനുസരിച്ച് അത് ഷെയർ ചെയ്യാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് കാണാം. അതുവരെ ബൈ, താങ്ക്